കേരളത്തിൻ്റെ സിനിമാ സാംസ്കാരിക മേഖലയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ധാരാളം ആളുകൾ കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. മഹാനായ പ്രേം നസീർ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചിറയിൻകീഴിൽ മത്സരിച്ച കാര്യത്തിൽ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച ഏറ്റവും അത്ഭുതാവഹമായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനടന്മാരായി നമ്മൾ വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സ്വീകരണം നൽകുന്ന സമ്മേളനങ്ങളിലേക്ക് പാഞ്ഞു വന്നത് വലിയ മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് കേരളം വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൻ്റെ ഭാഗമായി നൽകിയ സ്വീകരണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഭരത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ ആ പ്രോഗ്രാമിൽ ഉദ്ഘാടകനായി ക്ഷണിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു സർപ്രൈസ് എൻട്രിയായി മമ്മൂട്ടി ആ യോഗത്തിൽ വരികയും കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തു. ഏറെ പ്രതീക്ഷയോടെ പുതിയ കാലഘട്ടത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധതയോടെ ആർജവത്തോടെ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് പുതിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മമ്മൂട്ടി രാവിലെ വന്ന് എറണാകുളത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുവെങ്കിൽ വൈകുന്നേരം സ്വന്തം തട്ടകമായ പറവൂരിൽ അവിടുത്തെ പൗരാവലി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മഹാനായ മോഹൻലാലാണ്. മോഹൻലാലും വാക്കുകൾ കൊണ്ട് വി.ഡി. സതീശനെ ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഇന്നലകളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ശൈലിയോടും അടുപ്പം കാണിക്കാൻ സാംസ്കാരിക സിനിമാ മേഖലയിലുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ തയ്യാറായവരാകട്ടെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷവും കേരളത്തിലുണ്ടായി. ശ്രീ ജയറാം, ദിലീപ്, ടിനി ടോം, ഏറ്റവും ഒടുവിൽ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് ചേരിയിലാണ് എന്ന് പറയുമ്പോഴും അവരാരും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവരല്ല. പക്ഷേ ഉള്ളിൽ കോൺഗ്രസ് ആശയം പേറുകയും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഇത്തരം നടന്മാരെന്ന് കേരളത്തിന് പകൽ പോലെ അറിയാവുന്നതായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് രമേശ് പിഷാരടി വളരെ കൃത്യമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറിയത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിലധികമായി കേരളത്തിൽ നടന്ന ഒട്ടുമിക്ക വമ്പൻ പൊതുയോഗങ്ങളിലും രമേശ് പിഷാരടിയുടെ സാന്നിധ്യമുണ്ടായി. രാഷ്ട്രീയം സത്യസന്ധമായി പറയുകയും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ താൻ അഭിമാനിക്കുന്നതായും അദ്ദേഹം പല വേദികളിലും പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വന്ന രമേശ് പിഷാരടിയെ സ്വീകരിക്കാനും പാലക്കാട് പോലുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കാനും വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ നിന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കാനും കോൺഗ്രസിനും UDFനും സാധിച്ചു. രമേശ് പിഷാരടിയുടെ വിജയം യഥാർത്ഥത്തിൽ കേരളത്തിലെ സിനിമാ മേഖലയിലാകെ വലിയ ചലനമുണ്ടാക്കി. ആ ചലനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് വി.ഡി. സതീശൻ്റെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കാരണമായതും. മമ്മൂട്ടിയെക്കുറിച്ച് നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ അനുഭാവിയാണ് മമ്മൂട്ടി. കറകളഞ്ഞ CPMകാരനാണ് താനെന്ന് പല വേദിയിലും മുൻപ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM ഒരു ചാനൽ ആരംഭിച്ചപ്പോൾ ആ ചാനലിൻ്റെ ചെയർമാൻ പദവി വഹിച്ചതും മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അത് കേരളക്കരയാകെ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. ആ മമ്മൂട്ടിയാണ് ഇന്ന് പിണറായി വിജയനെയും CPMനെയും കൈരളി ചാനലിനെയും മാറ്റിവെച്ചുകൊണ്ട് ശ്രീ വി.ഡി. സതീശന് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയത്. മോഹൻലാലിനെ സംബന്ധിച്ച് കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിൽ
വളരെ കൃത്യമായി പലപ്പോഴും അദ്ദേഹം BJPക്ക് അനുകൂലമായും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുകൂലമായും പലതും എഴുതിവിട്ടു. പക്ഷേ അപ്പോഴും കൃത്യമായി ഒരു രാഷ്ട്രീയം പറയുന്നതിൽ അദ്ദേഹം വിമുഖത കാണിച്ചു. പക്ഷെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിലാണ് മോഹൻലാലിൻ്റെ പിതാവുമായി തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബന്ധത്തെക്കുറിച്ച് ശ്രീ ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചത്. അപ്പോഴും ഒരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് സമ്പർക്കമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണ് താനെന്ന് മോഹൻലാൽ ഒരിക്കലും സൂചിപ്പിച്ചതേയില്ല. ഏറ്റവും ഒടുവിൽ വിവാദമായ ഒരു അഭിമുഖം മോഹൻലാൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നടത്തി. 15 ലക്ഷം രൂപ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെലവ് വന്ന ആ അഭിമുഖം കേരളത്തിലാകെ വിവാദമായി. പിണറായി വിജയന് വേണ്ടി എഴുതിക്കൊടുത്ത ചോദ്യങ്ങളാണ് മോഹൻലാൽ ചോദിച്ചതെന്നും വളരെ തന്മയത്വത്തോടുകൂടി വിധേയ വിനീതനായി പിണറായി വിജയന് മുമ്പിലിരിക്കുന്ന മോഹൻലാൽ പിണറായിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും വ്യാപകമായ പരാതി ഉണർന്നു. പക്ഷേ അതേ മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ പറവൂരിൽ സ്വന്തം മണ്ഡലത്തിൽ ശ്രീ VD സതീശന് നൽകുന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2 മഹാനടന്മാരും അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുകൾ തയ്യാറാക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയുടെ പുരുഷാരം തടിച്ചുകൂടുന്ന യോഗങ്ങളിൽ അതിഥികളായി എത്താൻ 2 പേരും തയ്യാറാകുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ആ സംശയം ദൂരീകരിച്ചുകൊണ്ടാണ് മോഹൻലാൽ ക്ഷണപ്രകാരവും ക്ഷണിക്കാതെ പൊടുന്നനവേ ഒരു സർപ്രൈസ് എൻട്രി എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയും എത്തിച്ചേർന്നത്. ഇത് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുകയാണ്. ഇന്നലകളിൽ സാംസ്കാരിക നായകന്മാരും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും UDFനെ പിന്തള്ളി, അല്ലെങ്കിൽ UDFനെ മാറ്റിവെച്ചുകൊണ്ട് LDFന് അനുഭാവം പുലർത്തിയ ആളുകളായിരുന്നുവെങ്കിൽ ഇന്നവർ മാറ്റത്തിൻ്റെ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ്. കാരണം നാളത്തെ കേരളത്തിൻ്റെ പ്രതീക്ഷ UDFൽ അധിഷ്ഠിതമാണെന്നും ആ പ്രതീക്ഷയ്ക്ക് വളരെ കൃത്യമായ നായകത്വം നൽകാൻ VD സതീശന് സാധിക്കുമെന്നും അവർ വിലയിരുത്തിയിരിക്കുന്നു. കേരളത്തിലെ കുട്ടികൾ പോലും, ജൻസി തലമുറയിൽപ്പെട്ടവർ പോലും പൂക്കി CM എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നോക്കി വിളിക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയ രംഗത്ത് പോലും കാണാത്ത രീതിയിലുള്ള വമ്പൻ ജനപ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ആറാടുമ്പോൾ സ്വാഭാവികമായും അവരോടൊപ്പം ചേരുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും മഹാനടന്മാരുടെ മുന്നിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കാലത്തിൻ്റെ ചുമരെടുത്ത് വായിച്ചുകൊണ്ട് 2 പേരും ശ്രീ VD സതീശനെ അനുമോദിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തയ്യാറായിട്ടുള്ളത്. ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം കേരളത്തിലെ തലയെടുപ്പുള്ള മറ്റു നിരവധി നേതാക്കന്മാരും നിരവധി സിനിമാ പ്രവർത്തകന്മാരും നാളുകളിൽ UDFന്റെ ചേരിയിലേക്ക് വരിക തന്നെ ചെയ്യും. ജഗദീഷ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നടന്മാർ പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിന്താങ്ങുന്നവരാണെങ്കിലും മഹാഭൂരിപക്ഷം ആളുകളും അതിനൊരിക്കലും തയ്യാറാകാത്തവരായി ഇപ്പോഴും മാറി നിൽക്കുകയാണ്. അവരിലെല്ലാം ആഴത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ പുതിയ UDFന്റെ മന്ത്രിസഭയ്ക്ക് കഴിയുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആ രീതിയിലുള്ള പ്രതീക്ഷ കേരളത്തിൻ്റെ സിനിമ സാംസ്കാരിക മേഖലയ്ക്ക് നൽകുകയാണ്. അതിൻ്റെ തുടക്കമാണ് മമ്മൂട്ടിയിലൂടെ, മോഹൻലാലിലൂടെ, കുഞ്ചാക്കോ ബോബനിലൂടെ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടത്.